കൽക്കി 2898 AD. പ്രഭാസ് നായകനായെത്തിയ നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഓരോ സിനിമാ പ്രേമിയും കാത്തിരുന്ന ചിത്രം ഇന്ന് റിലീസായി. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. വൻ മുതൽ മുടക്കിൽ വരുന്ന സയൻസ് ഫിക്ഷൻ, ആക്ഷൻ, ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണു മിഴിച്ചിരുന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അത്തരം ചിത്രങ്ങൾക്ക് പ്രത്യേക ആരാധകരുമുണ്ട്. ഇന്ത്യൻ ഭാഷയിൽ എന്തെങ്കിലും ഇതുപോലൊരു ചിത്രം ആഗ്രഹിച്ചുകൊണ്ടാവും പലരും ആ സിനിമകൾ കണ്ടു തീർത്തിരിക്കുക. ഇതാ നിങ്ങളുടെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് നാഗശ്വിനും സംഘവും കൽക്കി 2898 AD എന്ന ചിത്രത്തിലൂടെ. മഹാഭാരത യുദ്ധം നടന്ന് 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായി നാഗശ്വിൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയുമായി, പ്രത്യേകിച്ച് അശ്വത്ഥാമാവിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അശ്വത്ഥാമാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും. കാശി, ശംബാല കോംപ്ലക്സ് എന്നിങ്ങനെ 3 ഇടത്തായാണ് കഥ നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കാശി. ആ കാശി ഇന്ന് ഭൂമിയിൽ ഏറ്റവും ഒടുവിൽ നശിച്ച സ്ഥലമായിരിക്കുന്നു. കാശിയിൽ ആകാശം മുട്ടുന്ന സ്തൂപം കണക്കെയുള്ള ഉയർന്ന വിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന രാജ്യമാണ് കോംപ്ലക്സ്. കോംപ്ലക്സിനെതിരെ പോരാടുന്ന ശത്രുക്കൾ ഉള്ള നാടാണ് ശംബാല. കഥ നടക്കുന്ന 3 ലോകങ്ങൾ മുതൽ തുടങ്ങുന്നു കൽക്കിയുടെ വിസ്മയ ലോകം. ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സകല വിഭവങ്ങളും ഉള്ള കോംപ്ലക്സ് ഒരു സ്വപ്നഭൂമിയായാണ് നാഗശ്വിൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. നല്ല വെള്ളവും ഭക്ഷണവും സകല സൗകര്യങ്ങളുമുള്ള ഇവിടെ എത്താനാണ് ഓരോ കാശിക്കാരും ശ്രമിക്കുന്നത്. സാധന സാമഗ്രികളുടെ വിനിമയത്തിന് പണത്തിന് പകരം യൂണിറ്റുകളാണ് കൈമാറേണ്ടത്. അടിമുടി ദുരൂഹത നിറഞ്ഞ യാസ്കിൻ എന്നയാളാണ് ഇതിൻ്റെയെല്ലാം പരമാധികാരി. അയാളുടെ ലക്ഷ്യത്തിനെതിരെയാണ് ശംബാലക്കാർ സായുധ വിപ്ലവത്തിനൊരുങ്ങുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടെക്നിക്കൽ ബ്രില്യൻസ് എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന സംഗതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നാഗശ്വിനും കൂട്ടരും കൽക്കിയിൽ. താരങ്ങളുടെ പ്രകടനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് സംവിധായകൻ. ഒരു സമയത്ത് നായകൻ പോലും അമിതാഭ് ബച്ചനാണോ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാനാവില്ല. സംഘടന രംഗങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രായത്തിലും അദ്ദേഹം എടുത്തിരിക്കുന്ന റിസ്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ മതിയാകൂ. ഭൈരവ എന്ന കഥാപാത്രമായെത്തിയ പ്രഭാസും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഭൈരവയും മുജിയും ചേർന്നുള്ള രംഗങ്ങൾ ഒരേ സമയം രസകരവും ഹോളിവുഡ് നിലവാരം പുലർത്തുന്നവയുമാണ്. യാസ്കിൻ ആയെത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഉലകനായകനായിട്ടുള്ള കമലഹാസൻ. രൂപത്തിൽ മാറ്റം വരുത്തി സ്ക്രീനിലെത്തി കയ്യടി വാങ്ങുന്ന പതിവ് ഇക്കുറിയും കമലഹാസൻ തെറ്റിച്ചിട്ടില്ല. സുമതി എന്ന നായികാവേഷത്തിലെത്തി ദീപിക പദുക്കോണും പക്വതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ ശോഭന, അന്നാബൻ, പശുപതി, രാജേന്ദ്ര പ്രസാദ്, ദിഷ പട്ടാണി എന്നിവരെല്ലാം അവരുടെ റോളുകൾ മികച്ചതാക്കി. സ്ക്രീനിന് മുന്നിലും പിന്നിലും ചില സർപ്രൈസുകൾ ഒരുക്കി അത്ഭുതപ്പെടുത്തുന്നുണ്ട് ടീം കൽക്കി. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സന്തോഷ് നാരായണൻ ഒരുക്കിയ സംഗീതം, പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതം. സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പശ്ചാത്തല സംഗീതം സഹായിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ളത് എന്ന് തന്നെ സന്തോഷ് നാരായണൻ്റെ സംഗീത വിഭാഗത്തെ പറയണം. മഹാനടി സംവിധാനം ചെയ്ത നാഗശ്വിൻ തന്നെയാണോ ഇതുപോലൊരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം ഓരോ മേഖലയിലെയും ഏറ്റവും മികച്ച ആളുകളെ, അവർക്കുള്ളിലെ ഏറ്റവും മികച്ചതിനെ തന്നെയാണ് കൽക്കിയിലൂടെ നാഗശ്വിൻ പുറത്തെത്തിച്ചിരിക്കുന്നത്. പലപ്പോഴും ചില അന്യഭാഷാ സിനിമകൾ ഇറങ്ങുമ്പോൾ പരസ്യവാചകം പോലെ പറയാറുണ്ട് ഹോളിവുഡ് സ്റ്റൈലെന്ന്. സ്റ്റാർ വാർ പോലെ, മാഡ് മാക്സ് പോലെ, ഡ്യൂൺ പോലൊരു ചിത്രം നമുക്കുമുണ്ടെന്ന് ഇനി സിനിമാ ലോകത്തോട് തന്നെ നമുക്ക് വിളിച്ചു പറയാം. ഇതിനെ നമുക്കൊരു പാൻ ഇന്ത്യൻ ചിത്രമെന്ന് പറയാൻ പറ്റില്ല, ഒരു പാൻ വേൾഡ് ചിത്രമെന്ന് തന്നെ പറയണം. അത്രയ്ക്കുണ്ട് കൽക്കി എന്ന ഈയൊരു സിനിമ. ഇനി നമുക്ക് ഇന്ത്യൻ സിനിമയെ കൽക്കിക്ക് മുമ്പും കൽക്കിക്ക് ശേഷവുമെന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ഒരു ചിത്രം ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ചില സിനിമകൾ റിവ്യൂ നിങ്ങൾ കാണുന്നത് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാശ് നഷ്ടമാകുമോ എന്ന് കരുതിയായിരിക്കാം. എന്നാൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒരു ചിത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടൊരു സ്റ്റഫാണ് ഈ ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.